ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് മാത്രമാണ് കേട്ടോ. ചെറിയൊരു റീഡിംഗ് ആയിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ടും അട്രാക്ഷന് വേണ്ടിയിട്ടും ഒക്കെയുള്ള ബ്രേസ്ലെറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോളുകൾ ചെയ്യാതിരിക്കുക, മാക്സിമം മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ക്യൂൻ ഓഫ് കപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഫീലിങ്സ് 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. കറണ്ട് ഫീലിങ്സ് എന്താണ്. എംപ്രസ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹെർമിറ്റാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് നമുക്ക് ആദ്യം തന്നെ ക്യൂൻ ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ ഇമോഷണലി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. സ്വയം കംഫർട്ട് ആവുക, കാം ആയിട്ടിരിക്കുക, ക്വയറ്റായിട്ടിരിക്കുക. അങ്ങോട്ടൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഒരു ക്യൂനിൻ്റെ എനർജിയിലിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൂടുതലായിട്ടും ഒരു ഫെമിനിൻ എനർജി. മേ ബി നിങ്ങൾ റീഡിങ്സ് കാണുന്നത് കൂടുതലും ലേഡീസ് ആയിരിക്കാം, എല്ലാവരും എന്നല്ല പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്കുലിൻ മാത്രമല്ല പ്ലസ് ഫെമിനിൻ എനർജി ഇപ്പം കൂടുതൽ പോലെ. ഓക്കെ, അപ്പോൾ ഫെമിനിൻ എനർജി കൂടുമ്പോൾ എപ്പോഴും ഈ ഫീമെയിൽ എപ്പോഴും കൂടുതലായിട്ടും കൂടുതലും ഇമോഷൻസ് വരുന്നത് അവർക്കായിരിക്കും. ഓക്കെ, ഈ മസ്കുലിൻ എപ്പോഴും ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ, അതായത് കുറച്ചൊന്ന് വരുമ്പോഴത്തേക്കും അതിനെ ഉള്ളിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ഇവർക്ക് പറ്റും. പക്ഷെ ഒരിക്കലും ഫെമിനിൻ അത് പറ്റത്തില്ല. ഫെമിനിൻ എനർജി എപ്പോഴും ഇമോഷണലി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. സോ ആ ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി ഉള്ളത്. ഓക്കെ, അപ്പം ഒരുപാട് ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളടുത്ത്, അതുപോലെ തന്നെ ഇമോഷൻസ് ഉണ്ട്. ബട്ട് അതിനെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഇരിക്കുകയാണ്. അത് എക്സ്പ്രസ്ഡ് അല്ല നിങ്ങളുടെ അടുത്ത്. മേ ബി നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളടുത്ത് ഈ പേഴ്സൺ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് അവരുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു ഭാഗ്യത്തെ തട്ടിക്കളഞ്ഞതുപോലെ ഒരു ഫീൽ, അതായത് ഒരു റിഗ്രറ്റ് അവർക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. ഓക്കെ, ഓൺ ആൻഡ് ഓഫോ ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിരിക്കാം. ഈ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നിട്ടില്ല. അത് ഇപ്പം അവരെ സംബന്ധിച്ച് ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു കുറ്റബോധം വരുന്നത്. ഓക്കെ, ഏതൊക്കെയോ സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്ന ചില സിറ്റുവേഷൻസിലെല്ലാം നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സണ് വേണം, അതായത് നിങ്ങളുടെ സപ്പോർട്ടീവ് ഈ പേഴ്സണ് വേണം. ആ സമയത്ത് ഇവർ ആലോചിച്ച് പോവാണ്, ഇവരതിനെ കറക്റ്റായിട്ട് എടുത്തില്ലല്ലോ അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റാണ്. ആൻഡ് ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഈഗോ ഉള്ളതുപോലെ ഉണ്ട്. അതായത് ഈഗോ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും ഈഗോ കാണിക്കുകയല്ല. ഇപ്പം നമ്മളിവിടെ ഇവർക്ക് ഇമോഷൻസും ഫീലിങ്സും ഉണ്ടെങ്കിൽ പോലും അവരത് എക്സ്പ്രസ്ഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളടുത്ത് തുറന്ന് കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാണിക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ഈഗോ തന്നെയാണ്. ഓക്കെ, അവർക്കുള്ള ഒരു ഈഗോ കാരണം കൂടിയാണ് ഇവരതൊന്നും എക്സ്പ്രസ് ചെയ്യാത്തത്. ബട്ട് ഇവർക്ക് ഈഗോ ഉള്ളിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇവരതിനെ കൺട്രോൾ ചെയ്യുമ്പോഴും ഒരു പേടി ഇവർക്കുണ്ട്, ഒരു ടെൻഷൻ ഇവർക്കുണ്ട്. മേ ബി നിങ്ങൾ പൂർണ്ണമായും കൈവിട്ട് പോകാം എന്നുള്ള ടെൻഷനായിരിക്കാം. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളടുത്തോട്ട് ഈ ഒരു ഫീലിങ്സ് കാണിച്ചു വന്നാലോ അല്ലെങ്കിൽ ഈ ഇമോഷൻസ് കാണിച്ചു വന്നാലോ അവിടെ ഫസ്റ്റ് ഉണ്ടാവുക ഫൈറ്റിംഗ് ആണ് എന്നൊരു തോട്ട് ഇവർക്കുണ്ട്. ഓക്കെ, ആദ്യം ഫൈറ്റിംഗ് ഉണ്ടാകും. ആ ഫൈറ്റിംഗ് ഉണ്ടാകുന്നത് കൊണ്ടും ഈ പേഴ്സൺ സൈലൻ്റ് ആയിട്ട് കാമായിട്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം നല്ലത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഇപ്പം ഈ ഫീലിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്ക് ഇവിടെ ചീറ്റിംഗ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്ന് തന്നെ കാണുന്നുണ്ട്. ഐ തിങ്ക് ഇതൊരു എക്സ്ട്രാ മരീറ്റൽ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സണ് ഓൾറെഡി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് അവരായിട്ട് തന്നെ ചതിച്ചൊരു ഫീൽ അവർക്ക് ഇപ്പം ഉണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ അത് പിന്നെയും ഒരു ക്ലാഷും കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ, കോംപ്ലിക്കേഷൻസ് കൂട്ടത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ പോലെ ആകാം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോസ് വരാം, ദേഷ്യമാവാം. അപ്പം അതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഇവർ തോട്ടിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നൊരു സൈലൻ്റ് ഒരു ഒന്നും എക്സ്പ്രസ്ഡ് അല്ല, അല്ലെങ്കിൽ അവരൊന്നും തുറന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഈ പേഴ്സൺ മനഃപൂർവ്വം കാമായിട്ടിരിക്കുന്നതാണ്. ബിക്കോസ് ഈ പേഴ്സൻ്റെ ഭാഗത്ത് തെറ്റെന്നുള്ളത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അതുകൊണ്ടും ഒരു ഫൈറ്റിംഗ് ഒഴിവാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ജസ്റ്റിസിൻ്റെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊരു ട്രൂത്ത് തരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രൂത്ത് ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഒരു ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം. പോസിറ്റീവാണ് ക്ലെയിം ചെയ്യുക. പിന്നെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ഫീലിങ്സിനകത്ത് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം ഈ പേഴ്സൺ എന്തായാലും ഉണ്ട്. ഓക്കെ, അതായത് ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പം അവരല്ലാതായി, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണ് എന്നുള്ളത് ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പം എന്തായാലും ഈ ഒരു നിങ്ങൾ ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ഇപ്പം ബ്രേക്കപ്പ് ആണെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്താണെങ്കിലും ഇവിടെ ഇപ്പം ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അത് നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു വാല്യൂ ആണ് അവർ മനസ്സിലാക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇത് എന്താ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഫെമിനിൻ എനർജി ഇപ്പം കൂടുതലാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇതിപ്പം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഫെമിനിൻ എനർജി കൂടുമ്പം ഇമോഷൻസ് ഒരുപാടുണ്ടാവും, മിസ്സിങ് എനർജി കൂടുതലായിരിക്കും. അപ്പം നിങ്ങളെവിടെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ഒരു ഗ്രോത്ത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജിയും കൂടിയാണ്. റൊമാൻറ്റിക് ഒരു ഫിസിക്കലി സെക്ഷുവലി ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ്. സോ നല്ല രീതിക്ക് തന്നെ ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഓരോ ടൈമും അതുപോലെ തന്നെ സന്തോഷത്തോടെ ഉണ്ടായിരുന്നിട്ടുള്ള സംസാരിച്ചതായിക്കോട്ടെ, നിങ്ങൾ ഇപ്പം ഡേറ്റിങ് കാര്യങ്ങൾ എന്താണെങ്കിലും ഇതെല്ലാം അവർക്കൊരു മിസ്സിങ് പോലെ ഇങ്ങനെ നിൽക്കുവാണ്. ഒരുപാട് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ, എംപ്രസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹം എന്തായാലും ഈ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. മിസ്സിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. മിസ്സിങ് ഫീലിങ്സ്, ഇമോഷൻസ്, കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ അടുത്തുണ്ട്. ബട്ട് ഇത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. കൺട്രോളിൻ്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്ലാരിറ്റി ഈ പേഴ്സൺ എന്തായാലും നിങ്ങൾക്ക് തരും. ബോട്ടം ഓഫ് ദ ഡക്കിൽ ഹെർമിറ്റ് വരുന്ന സമയത്ത് ഈ പേഴ്സൺ എന്തായാലും ഇപ്പം നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്ഥാനം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇവർക്കാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലും അങ്ങനെയായിരിക്കും. കാരണം അവരുടെ പ്രവർത്തികൾ അങ്ങനെയായിരിക്കും. നിങ്ങളെ മാറ്റി നിർത്തുന്നതായിട്ടോ അവോയ്ഡ് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ മിസ് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ പേഴ്സൺ ഇത് ഹെർമിറ്റ് എന്ന് പറയുമ്പം സെൽഫ് ലവ് അല്ലെങ്കിൽ കുറച്ചും കൂടി അവനവൻ്റെ ലൈഫിന് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരാളുടെ എനർജിയാണ്. സോ ഇവർക്ക് എത്രയൊക്കെ ഇവർ നിങ്ങളിൽ സ്റ്റക്കഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നതും എല്ലാം തന്നെ ഇപ്പം അവർക്കാണ്. അവർ കാമായിട്ട് കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ക്വയറ്റാണ്. ഓക്കെ, സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫീലിങ്സ് മാത്രമാണ് നോക്കിയത്. ഇവിടെ സോഡിയക് സൈൻ നോക്കുകയാണെങ്കിൽ ലിയോ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്, ക്യാൻസർ ആൻഡ് അക്യൂറിയസ് ആണ്, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പം ഈ സോഡിയാക് സൈൻ ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലും മാച്ച് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രൂത്ത് ക്ലാരിറ്റി ഇവർ തരും എന്നുള്ളത്, ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊരു ഏകദേശം ന്യൂമറോളജിക്കലി എപ്പോഴായിരിക്കാം നിങ്ങൾക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, എനിക്ക് 7 എന്നൊരു നമ്പറാണ് വന്നിട്ടുള്ളത്. 7 എന്ന് പറയുമ്പോൾ അത് ഈ നമ്പറാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അത് 7 ദിവസവും 7 മാസവും
ഒക്കെ ആവാം, ഓക്കെ 7 ആഴ്ചയോ ഒക്കെ ആകാം. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത്, ഇതാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ഏതാണോ വേണ്ടത്, മീൻസ് നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഫീലിങ്സ് ആണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ, അവരുടെ സിറ്റുവേഷൻ ആണോ, അങ്ങനെയുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൽ കോമൺ ആയിട്ട് വരുന്നത് നോക്കിയിട്ട് ഓരോ ദിവസവും എടുക്കാം.